ദൈവസ്നേഹത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ സമയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒരിക്കലും തനിച്ചല്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന ശാന്തവും പരിശുദ്ധവുമായ ഒരു നിമിഷമാണിത്. പകലിൻ്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ഉണ്ടായ എല്ലാ ക്ഷീണവും അധ്വാനഭാരങ്ങളും നാളെക്കുറിച്ചുള്ള നമ്മുടെ ആകുലതകളും ആരോടും പറയാനാവാതെ നമ്മുടെ ഹൃദയത്തെ അലട്ടുന്ന എല്ലാ സങ്കടങ്ങളും കണ്ണുനീരും ഈ നിമിഷം നമുക്ക് അല്പസമയത്തേക്ക് മാറ്റിവെക്കാം. എളിമപ്പെട്ട ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, ശൂന്യമായ കൈകളോടെ നമുക്കിന്ന് കാരുണ്യവാനായ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. സകല സൃഷ്ടികളെയും അതിശയകരമായി കാത്തുപരിപാലിക്കുന്ന സ്നേഹസ്വരൂപനായ ദൈവമേ, ഈ മനോഹരമായ ജീവനു വേണ്ടി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഈ ലോകത്തിൽ ആയിരങ്ങൾ ജീവൻ വെടിയുമ്പോഴും അവിടുത്തെ അളവറ്റ സ്നേഹവും ഒരിക്കലും അവസാനിക്കാത്ത കരുണയും കാവലും ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നും ജീവനോടും ആരോഗ്യത്തോടും കൂടി ആയിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. അങ്ങയുടെ ജീവശ്വാസം ഞങ്ങളിൽ ഇന്നും നിലനിർത്തിയതിനായി, ഞങ്ങൾക്ക് നൽകിയ ഈ പുതിയ അവസരത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യം ഈ നിമിഷം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിറയണമേ. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഉടനീളം അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞ എണ്ണമറ്റതും അളക്കാനാവാത്തതുമായ അനുഗ്രഹങ്ങൾക്കായി ആയിരമായിരം നാവുകളാൽ ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ കടന്നുപോയ ഇരുണ്ട താഴ്വരകളിലും പ്രതിസന്ധികളിലും അവിടുത്തെ അദൃശ്യമായ കരങ്ങൾ ഞങ്ങളെ എത്രയോ അത്ഭുതകരമായാണ് താങ്ങി നിർത്തിയത്. യാതൊരു അർഹതയുമില്ലാതിരുന്നിട്ടും ഞങ്ങളുടെ കുറവുകൾ നോക്കാതെ സ്വന്തം മക്കളെ പോലെ അങ്ങ് ഞങ്ങളെ കരുതി. നാഥ, കാരുണ്യത്തിൻ്റെ ഉറവിടമേ, അറിഞ്ഞും അറിയാതെയും ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങളിൽ നിന്ന് വന്നുപോയ സകല തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ. പലപ്പോഴും ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് അങ്ങയുടെ ഇഷ്ടത്തിന് വിപരീതമായി ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും അഹങ്കാരം കൊണ്ടും അങ്ങയുടെ തിരുഹൃദയത്തെ ഞങ്ങൾ എത്രയോ വട്ടം നോവിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ സ്നേഹിക്കാനും പൊറുക്കാനും കഴിയാതെ പോയ നിമിഷങ്ങളെ ഓർത്തും എല്ലാ വീഴ്ചകളെ ഓർത്തും പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളുടെ കറപുരണ്ട ഹൃദയങ്ങളെ കഴുകി ഹിമത്തേക്കാൾ വെണ്മയുള്ളതായി ശുദ്ധീകരിക്കണമേ. പാപത്തിൻ്റെ എല്ലാ കെട്ടുകളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ഇനിമേൽ അങ്ങേക്ക് പ്രസാദകരമായ ഒരു പുതിയ മനുഷ്യനായി എളിമയിലും വിശുദ്ധിയിലും ജീവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ ശാന്തമായ സാന്നിധ്യവും സ്വർഗീയ സമാധാനവും ഞങ്ങളുടെ ഉള്ളറകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, ഭൂമിയിലെ ഞങ്ങളുടെ കൊച്ചു സ്വർഗമായ കുടുംബങ്ങളെ അവിടുത്തെ സ്നേഹം നിറഞ്ഞ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഓരോ ഭവനങ്ങളിലും അവിടുത്തെ സ്വർഗീയ സമാധാനവും ഐക്യവും ഒരിക്കലും പറ്റാത്ത സന്തോഷവും നിറയ്ക്കണമേ. പരസ്പരം സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. തെറ്റിദ്ധാരണകൾ കൊണ്ടും അഹങ്കാരം കൊണ്ടും വിള്ളലുകൾ വീണ ബന്ധങ്ങളെയും തകർച്ചയുടെ വക്കിലെത്തിയ കുടുംബങ്ങളെയും അവിടുത്തെ സ്നേഹചരടിനായി വീണ്ടും അത്ഭുതകരമായി കൂട്ടിച്ചേർക്കണമേ. യേശുവേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും തൊഴിലില്ലായ്മയാലും ഭാരപ്പെട്ട് നാളെക്കുറിച്ചോർത്ത് നെടുവേർപ്പെടുന്ന അനേകർ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. കടഭാരത്താൽ ഉറക്കം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ കണ്ണുനീർ വാർക്കുന്ന ഓരോരുത്തരുടെയും രോദനം അങ്ങ് കേൾക്കണമേ. അടഞ്ഞുകിടക്കുന്ന നന്മയുടെയും ഉയർച്ചയുടെയും വാതിലുകൾ അവർക്കായി തുറന്നു കൊടുക്കണമേ. സ്വർഗീയ കലവറകളിൽ നിന്ന് അവരെ സമൃദ്ധമായി അനുഗ്രഹിച്ച് കടങ്ങളില്ലാത്തതും സമാധാനമുള്ളതുമായ ഒരു ജീവിതം അവർക്ക് നൽകണമേ. രോഗിയായവനെ സൗഖ്യമാക്കുന്ന ദൈവമേ, വിവിധങ്ങളായ രോഗങ്ങളാൽ ആശുപത്രി കിടക്കകളിലും വീടുകളിലും കടുത്ത വേദന അനുഭവിക്കുന്ന ഓരോരുത്തരെയും ഈ നിമിഷം അവിടുത്തെ സൗഖ്യദായകമായ കരങ്ങളാൽ സ്പർശിക്കണമേ. ദീർഘനാളായി രോഗക്കിടക്കയിൽ കഴിയുന്നവർക്കും വലിയ ശസ്ത്രക്രിയകൾക്കായി കാത്തിരിക്കുന്നവർക്കും അങ്ങ് ധൈര്യവും ആശ്വാസവും നൽകണമേ. മനുഷ്യരാലും വൈദ്യശാസ്ത്രത്താലും അസാധ്യമായത് അവിടുത്തെ ഒരൊറ്റ സ്പർശനത്താൽ സാധ്യമാക്കി അവർക്ക് പൂർണ്ണ സൗഖ്യവും
പുതിയൊരു ആയുസ് നൽകി അനുഗ്രഹിക്കണമേ. ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയവർക്കും വാർദ്ധക്യത്തിൻ്റെ ഏകാന്തത അനുഭവിക്കുന്നവർക്കും അങ്ങ് ഏക ആശ്രയമായിരിക്കണമേ. കരുണാമയനായ കർത്താവേ, ഞങ്ങളുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ ചിറകുകൾക്കുള്ളിൽ ഭദ്രമായി കാത്തുകൊള്ളണമേ. ഇന്നത്തെ ലോകത്തിൻ്റെ അനേകം പ്രലോഭനങ്ങളിൽ നിന്നും വഴിതെറ്റിക്കുന്ന തിന്മകളിൽ നിന്നും ലഹരിയുടെയും മറ്റു ദുശീലങ്ങളുടെയും കെണികളിൽ നിന്നും അവരെ കരുതലോടെ കാത്തുരക്ഷിക്കണമേ. തെറ്റായ കൂട്ടുകെട്ടുകളിൽ അകപ്പെടാതെ എപ്പോഴും വിശുദ്ധിയുടെയും സത്യത്തിൻ്റെയും വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ അവർക്ക് അവിടുത്തെ വിവേകം നൽകണമേ. പഠനരംഗത്തായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്വർഗീയ ജ്ഞാനവും ഓർമ്മശക്തിയും ഏകാഗ്രതയും നൽകി അനുഗ്രഹിക്കണമേ. പരീക്ഷകളെയും വെല്ലുവിളികളെയും ധൈര്യത്തോടെ നേരിടാൻ അവർക്ക് കരുത്ത് നൽകണമേ. ഉപരിപഠനത്തിലും ജോലിക്കുമായി പരിശ്രമിക്കുന്ന ഓരോ യുവതിയുവാക്കൾക്കും അവരുടെ അധ്വാനത്തിന് തക്കതായ ഫലം നൽകി അവരുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു കൊടുക്കണമേ. ഭാവിയെക്കുറിച്ചുള്ള ഭയവും ഏകാന്തതയും നിരാശയും ഉത്കണ്ഠയും അവരുടെ മനസ്സുകളിൽ നിന്ന് എടുത്തുമാറ്റി അങ്ങയിലുള്ള അടിയുറച്ച വിശ്വാസവും പ്രത്യാശയും നൽകി അവരെ ബലപ്പെടുത്തണമേ. മാതാപിതാക്കളെ സ്നേഹിക്കാനും അവരുടെ അധ്വാനവും കണ്ണുനീരും മനസ്സിലാക്കാനും ഞങ്ങളുടെ മക്കൾക്ക് കൃപ നൽകണമേ. അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ അങ്ങയുടെ സ്നേഹവും സമാധാനവും പരത്തുന്ന തിളക്കമുള്ള നക്ഷത്രങ്ങളായി അവർ വളർന്നു വരട്ടെ. സമൂഹത്തിനും കുടുംബത്തിനും ദൈവത്തിനും പ്രസാദമുള്ളവരായി എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറുന്ന നല്ലൊരു തലമുറയായി അവരെ അങ്ങ് ഉയർത്തണമേ. സർവശക്തനായ ദൈവമേ, ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ പൂർണ്ണമായി അടിയറവ് വയ്ക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അവിടുത്തെ ദിവ്യപ്രകാശത്താൽ നയിക്കണമേ. ജീവിതത്തിൽ വന്നനുഭവിച്ച എല്ലാ നിരാശകളും തകർച്ചകളും പൂർണ്ണമായി എടുത്തുമാറ്റി ഒരിക്കലും കെട്ടുപോകാത്ത പ്രത്യാശയുടെയും പുതിയൊരു ജീവിതത്തിൻ്റെയും പുതുവെളിച്ചം ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ. അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ ഒരു പുതപ്പ് പോലെ പൊതിയുകയും ഞങ്ങളുടെ ഈ കണ്ണുനീരിൻ്റെ കാലഘട്ടങ്ങളെ വലിയൊരു സന്തോഷമാക്കി മാറ്റുകയും ചെയ്യണമേ. ആത്മീയവും ഭൗതികവുമായ സകല നന്മകളാലും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ ഏത് വലിയ പ്രതിസന്ധികൾ വന്നാലും കാറ്റും കോളും വീശിയടിച്ചാലും ഒരു നിമിഷം പോലും തളരാതെ അങ്ങയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാനുള്ള അമാനുഷിക ശക്തിയും ആത്മധൈര്യവും അങ്ങയുടെ കൃപയാൽ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. അവിടുത്തെ സംരക്ഷണത്തിൻ്റെ ബലമുള്ള ചിറകിൻ കീഴിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും എപ്പോഴും കാത്തുകൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ അർപ്പിച്ച ഈ പ്രാർത്ഥനകൾ അങ്ങ് കേട്ട് ഉത്തരമരുളുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സകല മഹത്വവും ആരാധനയും അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു. താഴ്മയോടെ ഈ പ്രാർത്ഥന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ യാചിക്കുന്നു. പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനാവേള നിങ്ങൾക്ക് വലിയൊരു ആശ്വാസവും പ്രത്യാശയും നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കണ്ണുനീർ കാണുന്ന, നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. നമ്മുടെ ഈ ചാനലിലൂടെ ഞങ്ങളുടെ ഈ ആത്മീയ യാത്രയിൽ ഇനിയും ഒത്തൊരുമിച്ച് സഞ്ചരിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ദൃശ്യം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്ന പ്രാർത്ഥനാ വിഷയങ്ങളും ആരോടും പറയാൻ കഴിയാത്ത നിങ്ങളുടെ നിയോഗങ്ങളും നമുക്ക് കമൻ്റായി രേഖപ്പെടുത്തുക. വരും ദിവസങ്ങളിൽ ഒരു കുടുംബം പോലെ ഒത്തൊരുമിച്ച് ഒരു പ്രത്യേക വിഷയങ്ങൾക്കായി നമുക്ക് ദൈവസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും സകല തിന്മകളിൽ നിന്നും കാത്ത് തൻ്റെ അളവറ്റ സ്നേഹത്താലും സമാധാനത്താലും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെയും അടിയുറച്ച പ്രത്യാശയോടും നിങ്ങളുടെ ഇന്നത്തെ യാത്രകൾ തുടരുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.